ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് ആണല്ലോ പ്രതിപക്ഷം. നിങ്ങൾ ആരെങ്കിലും കോൺഗ്രസിനെ അവിടെ തെരുവിൽ പ്രതിഷേധിക്കുന്നതായി കണ്ടോ? 2 കന്യാസ്ത്രീകൾ, അവർ മലയാളികളാണ്. ഒരു ആദിവാസി യുവാവ് കൂടി ജയിലിലുണ്ട്. ആരാണ് അവർക്ക് വേണ്ടി സംസാരിക്കുക? എവിടെ പോയി കോൺഗ്രസ് എന്ന പ്രതിപക്ഷം? കഴിഞ്ഞ 5 വർഷം ഛത്തീസ്ഗഡ് ഭരിച്ച വളരെ ശക്തമായൊരു പ്രതിപക്ഷം. ഭൂപേഷ് ബാഗലിനെ നമ്മൾ കണ്ടു. ഭൂപേഷ് ബാഗൽ അന്ന് UDFൻ്റെ നേതാക്കന്മാർ വരുമ്പോൾ അവരെ ജയിലിൽ കടത്തിവിടുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഭൂപേഷ് ബാഗൽ എത്തുന്നു. ഭൂപേഷ് ബാഗൽ ഏതെങ്കിലും മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടോ? ഭൂപേഷ് ബാഗൽ സംസാരിച്ചില്ല. എന്ന് മാത്രമല്ല, റിപ്പോർട്ടറിൻ്റെ പ്രതിനിധി ഭൂപേഷ് ബാഗലിൻ്റെ വീട്ടിൽ പോയി 2 മണിക്കൂർ നിന്നു. ഒരു വാക്ക് സംസാരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. ഛത്തീസ്ഗഡിലെ രാഷ്ട്രീയം നമ്മൾ ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് കാണുന്നത് പോലെയല്ല. 2000-ൽ രൂപീകൃതമായ ഛത്തീസ്ഗഡിൽ ദളിതരായ ക്രിസ്ത്യാനികൾക്കെതിരെ വളരെ വലിയ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. 2023-ലാണ് BJP വരുന്നത്. 2018 മുതൽ 2023 വരെ ഭൂപേഷ് ബാഗലിൻ്റെ കോൺഗ്രസ് സർക്കാരായിരുന്നു. അന്നും അക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഛത്തീസ്ഗഡിനെ മനസ്സിലാക്കാതെ കേരളത്തിലുള്ള മനുഷ്യരെല്ലാവരും കൂടി അവിടെ BJP മാത്രം എന്തൊക്കെ വലിയ പ്രശ്നങ്ങൾ ചെയ്യുന്നു കരുതിയാൽ നമുക്ക് തെറ്റി.